നമസ്കാരം. സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന അതിവേഗ റെയിൽ പദ്ധതിയുടെ നടപടികൾ ഉടനില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഉടനടി ആരംഭിക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശയെ തുടർന്നാണ് നിലവിലെ തീരുമാനം. എന്തായാലും സമിതി റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ധനകാര്യം, റെയിൽവേ, പരിസ്ഥിതി എന്നീ മേഖലകളിലെ വിദഗ്ധരും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ഉൾപ്പെട്ട സമിതിയാണ് റിപ്പോർട്ട് വിലയിരുത്തിയത്. പദ്ധതിക്ക് ആവശ്യമായ ഭൂമിയുടെ ലഭ്യതയെക്കുറിച്ചോ യാത്രക്കാരുടെ എണ്ണത്തെക്കുറിച്ചോ ഉള്ള കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ടിലില്ല എന്നും ഇതൊരു പൂർണ്ണമായ റിപ്പോർട്ട് അല്ല എന്നും സമിതി അഭിപ്രായപ്പെട്ടു. റെയിൽ പദ്ധതിയുടെ കാര്യത്തിൽ സംഭവിച്ച പാളിച്ചകൾ അതിവേഗ റെയിലിന്റെ കാര്യത്തിൽ ആവർത്തിക്കരുത് എന്ന് സമിതി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പാരിസ്ഥിതികവും സാമൂഹികവുമായ ആഘാത പഠനങ്ങൾ നടത്തുന്നതിന് മുൻപ് ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനങ്ങളോ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങളോ ആരംഭിക്കരുത് എന്നാണ് സമിതിയുടെ ശുപാർശ. കേരളത്തിന്റെ ഭൂപ്രകൃതിക്കും പരിസ്ഥിതിക്കും ആഘാതമുണ്ടാക്കുന്ന ഒരു പരിസ്ഥിതി ദുരന്തമായി ഈ പദ്ധതി മാറാൻ അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. നിലവിലെ റിപ്പോർട്ടിലെ സാമ്പത്തിക മാതൃക പ്രായോഗികമല്ല എന്നും യാത്രക്കാരെ മാത്രം ആശ്രയിച്ചുള്ള ഈ മോഡൽ വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നും സമിതി ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതിയുടെ വരുമാനവും വായ്പാ തിരിച്ചടവും ഉറപ്പാക്കാൻ ചരക്ക് ഗതാഗത സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തി സർക്കാർ സ്വതന്ത്രമായ പഠനം നടത്തേണ്ടതുണ്ട്. കൂടാതെ നിലവിലുള്ളതും ഭാവിയിൽ വരുന്നതുമായ മെട്രോ തുറമുഖങ്ങൾ, ഉൾനാടൻ ജലഗതാഗതം എന്നിവയുമായി പദ്ധതി എങ്ങനെ സംയോജിപ്പിക്കാം എന്നതിനെക്കുറിച്ചും പഠനം ആവശ്യമാണ് എന്നും സമിതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരം ബദൽ മാർഗങ്ങളും സാമ്പത്തിക പാരിസ്ഥിതിക വശങ്ങളും പരിശോധിച്ച ശേഷമാകും പദ്ധതിയുടെ യഥാർത്ഥ ആവശ്യകത ബോധ്യപ്പെട്ടാൽ മാത്രം DPR തയ്യാറാക്കുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ. സമിതി റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. സർക്കാർ പദ്ധതികൾക്ക് പ്രോട്ടോകോൾ വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ പദ്ധതി നടത്തിപ്പിന് മാപ്പിംഗ് സംവിധാനം വരുമെന്നും കാലതാമസം വരില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റ് പ്ലീഡർമാർ നിയമനത്തിൽ ആരും പരാതി പറഞ്ഞിട്ടില്ല എന്നും നിയമനത്തിന് ശുപാർശ നൽകിയത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആണെന്നും വിശദ പരിശോധനയ്ക്ക് ശേഷമാണ് നിയമനം നടത്തിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.